ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വീഡിയോ നോ കട്ട് നോ എഡിറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിടുന്ന സംഭവം അതൊന്നുമില്ല. ഇന്ന് പറയാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് എടാ വിയർത്തു വിടാ. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഫാനൊന്നും ഇല്ല ഇവിടെ. ചൂടെടുത്തിട്ടേക്കുന്നതിന് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഉള്ള ഗിയറിൽ വെച്ചിട്ട് കാണാൻ സഹകരിക്കാം. നമ്മളൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യാന് പ്രേരിപ്പിക്കുന്ന ആരാന്ന് അറിയോ? നമുക്ക് 1,00,000 എനിമീസ് ഉണ്ടോ ചോദിച്ചോ, പക്ഷെ നമ്മൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിലില്ലേ അത് മതി നമുക്ക് ഈ വേൾഡ് കീപ്പെടുത്താൻ. കാരണം 1000 നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനിക്കത് വേണ്ടു. ആ ഒരു പോസിറ്റീവില് ഞാൻ ഉണരും, ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് പറയാന്ന് വെച്ചാല് നമ്മുടെ സർക്കിളാണ്. നിങ്ങളെ സർക്കിള് നിങ്ങളെ ബാധിച്ചിരിക്കും നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ച്. കാരണം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായാലാണ് നിങ്ങൾക്ക് ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പറ്റും. കാരണം നിങ്ങള് നിൽക്കുന്നിടം, സംസാരിക്കുന്നതും പെരുമാറ്റ രീതികളും അവരുടെ ചർച്ചകളിലും നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം നിങ്ങളൊരു ഫാമിലി ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ചർച്ചകൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കുറിച്ചിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, മറ്റവൻ ചാടിയവനെ കുറിച്ചിട്ട്, മറ്റവൻ ഇതായത്, ഒരു ഗ്രോത്ത് ഇല്ലാത്തത്. എന്നിട്ട് അത് ഫണ്ണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ചിരിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിലായിരിക്കും അവർ സംസാരിക്കുക. ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല, നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ഗ്രോത്ത് വേണ്ടവർക്ക് മാത്രമുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ അവരുടെ ഉള്ളില് സ്മോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ക്വാളിറ്റി ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ കൂടെ ചിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിമാക്കില്ല എന്നർത്ഥം. അപ്പം മറ്റുള്ളവരെ നോക്കി കാണുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. അതെന്തായി, ഇതെന്തായി, അവനെന്തായി, ഇവനെന്തായി എന്നുള്ളത് ചോദിക്കാൻ പല ആളുകളും ഉണ്ടാവും. അത് സംസാരിക്കാനും ചിലപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസം അത് തന്നെ ആയിരിക്കും. കാരണം വേറെ സംസാരിക്കാനില്ല. അപ്പൊ നിങ്ങൾ അതിലുള്ളിൽ പോയിട്ട് സ്മോൾ ആവണില്ല, ക്വാളിറ്റി ഉള്ള ആളുകളോട്. അല്ലെങ്കിൽ ഒറ്റക്ക് നടന്നോ, പ്രശ്നമല്ല. ഒറ്റക്ക് ചെയ്യാൻ എന്നിട്ട് സമയം കിട്ടുമ്പോൾ അവരോട് കൂടാൻ എന്നിട്ട് ഒന്ന് ഇടക്ക് പോയി ചില്ലാവുക, ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ സർക്കിൾ വരുന്ന സമയത്ത് നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല സർക്കിളായിരിക്കും, ചിലപ്പോൾ നല്ല അത്യാവശ്യം പഠിക്കുന്ന സർക്കിളും ഉണ്ടാവും. പക്ഷെ എന്നാലും പോരാലോ, അവിടെ നിങ്ങൾ ഒരു ആവറേജ് ആയിരിക്കും. കാരണം അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ വെറും ആവറേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം ഒരു സ്ഥലത്ത് ഒരു തമിഴ്നാട് ഏരിയ പോയി, അവിടെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ആ തമിഴ്നാട് കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അത്യാവശ്യം ആൾക്കാർക്കാണ് ഈ ബേസിക് നോളജ് ഉള്ളൂ ഈ കമ്പ്യൂട്ടറിൽ. പക്ഷെ നിങ്ങൾക്ക് അതിനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയാം, പെട്ടെന്ന് നല്ല ടൈപ്പ് റൈറ്റിംഗ് അറിയാം. പക്ഷെ നിങ്ങളായിരിക്കും അവിടുത്തെ ഒരു ആവറേജ്. നിങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനായിരിക്കും ഇവിടുത്തെ ടോപ്പ്, ഇവിടുത്തെ ആർക്കും അറിയില്ല, അപ്പോൾ ഞാൻ തന്നെ ഈ കമ്പനിയിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് തോട്ട്സ് വന്നോണ്ടിരിക്കും. ഈ തോട്ട്സ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങളായിരിക്കും ടോപ്പ് എന്നുള്ളത്. പക്ഷെ കാര്യമില്ല. നിങ്ങൾ പുറത്തിറങ്ങി നോക്ക്, നിങ്ങളാകാട്ട് സ്കില്ലുള്ള ആൾക്കാർ പല മേഖലയിലും വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പല മേഖലയിലും. കാരണം നിങ്ങളങ്ങാട്ട് പക്ക ഫ്യൂച്ചറിൽ എന്ത് വേണം, ഡിജിറ്റലിൽ എന്തൊക്കെ വേണം എന്നുള്ളത് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയറോ നിങ്ങൾ ഇരിക്കുന്ന കമ്പനിയിലോ നിങ്ങൾ ആവറേജ് ആയിട്ടിരുന്ന കാര്യമില്ല. നിങ്ങളെ സർക്കിൾ മാറ്റേണ്ട. കാരണം നിങ്ങൾ എത്രത്തോളം അവിടെ നിൽക്കുന്നോ നിങ്ങൾ എത്രത്തോളം അവിടെ കംഫർട്ടായി, ആവറേജ് ആയി. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകാത്തൊരവസ്ഥയായി. അപ്പൊ നിങ്ങൾ പുറത്തു പോയാൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ജോബോ അല്ലെ മറ്റൊരു വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അയ്യോ നടക്കാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കും. നടന്നാലും നടന്നിട്ടില്ലെങ്കിലും എടുക്കുന്നിടം എന്ന് വെച്ച് പണി ഇട്ടച്ച് പോകുന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആവറേജ് മൈൻഡ് ആവണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾ എടുക്കുക, ഹാപ്പി ആയിട്ട് പോവുക. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അപ്പൊ നിൽക്കുന്നിടം എപ്പോഴും ആവറേജ് ആയിരിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ എപ്പോഴും
അപ്പിലേക്ക്. കാരണം ഗ്രാഫ് എപ്പോഴും നമുക്കിതാ ഇങ്ങനെ അപ്പ് പോവാ ഡൗൺ പോവാ, അപ്പ് പോവാ ഡൗൺ പോവാ, അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. കാരണം ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അതാണ് ഗ്രോത്ത്. അത് ഏത് ബിസിനസ്സിലായിക്കാലും നിങ്ങളെ സ്വയം നന്നാക്കാനാണെങ്കിലും എല്ലാത്തിലും. അപ്പം പോവാ. ഓക്കെ.